വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: വിശ്വാസവും യുക്തിയും മനുഷ്യരുടെ അരൂപിയെ പരമമായ സത്യമായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുന്ന രണ്ട് ചിറകുകളാണ്. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വചനഭാഗങ്ങളാണ്. വിശ്വാസത്തിന് വ്യക്തമായ തെളിവുകൾ ആവശ്യപ്പെടുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക. ഇപ്പോൾ നീ എല്ലാം സ്പഷ്ടമായി വ്യക്തമായി തുറവിയോടെ സംസാരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് ക്രിസ്തുവിൻ്റെ ശിഷ്യർ ക്രിസ്തുവിനോട് പറയുന്നതിനെ കുറിച്ചാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുക. എന്തുകൊണ്ട് നാം ദൈവത്തിൽ വിശ്വസിക്കണം? ആരാണ് ദൈവം? എന്താണ് രക്ഷ? എങ്ങനെയാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്? ആരാണ് പരിശുദ്ധ കന്യകാമാതാവ്? ഈ അമ്മയുടെ പങ്ക് എന്താണ്? ആരാണ് വിശുദ്ധർ? ആരാണ് മാലാഖമാർ? ഇവരുടെ മാധ്യസ്ഥം എന്താണ്? സംരക്ഷണം എന്താണ്? എന്ന് വിശ്വാസത്തെ ഉചിതമായ ചോദ്യങ്ങൾ കൊണ്ട് നേരിട്ട് യുക്തിപരമായ ഉത്തരങ്ങൾ കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്ന ഒരു നവയുഗത്തിലാണ് നാം ജീവിക്കുന്നത്. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. അതായത്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്. നമ്മെ തീർത്ഥാടകരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ അനുവദിച്ചത് ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവായ ദൈവത്തിൽ നാം പൂർണ്ണമായും വിശ്വസിക്കണം. നാം വിശ്വസിക്കേണ്ടത് ഏക ദൈവത്തിലല്ല, ത്രിയേക ദൈവത്തിലാണ് നാം വിശ്വസിക്കേണ്ടത്. സൃഷ്ടികർമ്മം ചെയ്ത പിതാവായ ദൈവത്തിലും രക്ഷാകര കർമ്മം ചെയ്ത പുത്രനായ ദൈവത്തിലും ഇന്നും നമ്മോടൊപ്പം വസിച്ച് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിലും നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ ത്രിയേക ദൈവവുമായി എന്നേക്കുമായി നമ്മുടെ ആത്മാവ് സ്വർഗരാജ്യത്തിൽ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണ് രക്ഷ എന്ന് പറയുന്നത്. പരിശുദ്ധ കന്യകാമാതാവ് രക്ഷകനായ ക്രിസ്തുവിൻ്റെയും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരുടെയും അമ്മയാണ്. സ്വർഗത്തിൽ എത്തിച്ചേരാൻ, ക്രിസ്തുവിൽ എത്തിച്ചേരാനുള്ള ഏക കുറുക്കു വഴിയാണ് അവൾ. മാലാഖമാർ എന്നേക്കും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ പാടിപ്പുകഴ്ത്തുകയും ദൈവഹിതം നിറവേറ്റുവാൻ എന്നും പരിശ്രമിക്കുകയും ചെയ്യുന്ന അരൂപികളായ ദൈവസൃഷ്ടികളാണ്. വിശുദ്ധർ ഈ ഭൂമിയിൽ നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായി ജനിച്ചിട്ടും അസാധാരണമായ നന്മകൾ കൊണ്ട്, വിശുദ്ധി കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ മാതൃകയായി തീർന്നവരാണ്. നമുക്ക് വേണ്ടി ഇന്നും എന്നും ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നത് പരിശുദ്ധ അമ്മയും മാലാഖമാരും വിശുദ്ധരുമാണ്. ഇപ്രകാരം ഏത് സാഹചര്യത്തിലും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുന്നവരോട് വ്യക്തമായി സ്പഷ്ടമായി വിശദീകരണം നൽകുവാൻ നമുക്കാകണം. ഇതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. അപ്രകാരം ഈ സുവിശേഷ പ്രഘോഷണം നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാനും ക്രിസ്തുവിൻ്റെ ഉപകരണങ്ങളായി തീരുവാനും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി രൂപാന്തരപ്പെടുവാനുമായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.